ഹലോ, എന്തൊക്കെയാണ് ഈ ഒരു മന്തിൽ ആദ്യത്തെ കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ബുക്കിൽ ചെയ്തിട്ടുള്ള ആർട്ട് ജേണൽ ഫ്ലിപ്പ് ത്രൂ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ഈ ഒരു ബുക്ക് ഹാൻഡ് മെയ്ഡ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബൈ ദ വേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ബുക്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലിപ്പ് ത്രൂ ഒരു ജേണൽ ടൂർ കാണിക്കാട്ടോ. അപ്പം റെഡിയല്ലേ? അപ്പൊ ഇതാണ് ഫസ്റ്റ് പേജ്. ഈ ഒരു പേജ് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കയറി കണ്ടു നോക്കിയാൽ മതി. പിന്നെ സെക്കൻഡ് പേജിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന കളറും അതല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ ഇനി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള കളറും ഒക്കെ പാടെടുത്തിട്ട് ഒരു മോഡേൺ ആർട്ട് പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ വരച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ. അതിന്റെ രണ്ട് ഭാഗത്തായിട്ട് അതിങ്ങനെ കീറിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തും ആ ഒരു ഭാഗത്തും ആയിട്ട് മാച്ചി ആയിട്ടുള്ള കോഡ്സും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്ലൗഡ് ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുള്ള ഒരു പെയിന്റിങ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ടേനി. അത് ഇഷ്ടപ്പെട്ടു, അത് ഇതേപോലെ വരച്ചെടുത്തു. അപ്പൊ അതാണ് ഇത്. നെക്സ്റ്റ് പേജിൽ നമ്മളെ പേസ്റ്റൽ കളേഴ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് ചെയ്തതാണ് കേട്ടോ ഈ ഒരു പേജിൽ കാണുന്നത്. പിന്നെ ഈ ഒരു പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാക്കിക്കാർ എന്നൊക്കെ പറയാം, അതേപോലെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതിട്ട് വെട്ടി ഇതേപോലെ ഒട്ടിച്ചെടുക്കും. അപ്പൊ അത്രയൊക്കെയാണ് ഈ ഒരു പേജിൽ വരുന്നത് കേട്ടോ. ഇതിലിപ്പോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നെക്സ്റ്റ് പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചില ടൈമിൽ ചില ഡേയ്സ് ഇങ്ങനെ പെയിന്റ് ചെയ്യാനൊക്കെ മൂഡുണ്ടാവും. എന്നാൽ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യാനൊന്നും ഒരു മൂഡുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഈ പേജിൽ നമ്മുടെ ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അതായത് പയ്യെ ഒരു ബുക്കിലെ പേജ് ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ കാണാം നിങ്ങളെ. ആ ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ചു, എന്നിട്ട് അതിന് പെയിന്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിന് കുറച്ച് മാച്ചൊക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കോട്ടും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജിലായിട്ട് ഈ ഒരു പെയിന്റ് ചെയ്തിട്ടുണ്ട്. പെയിന്റ് ആണോ ഇത്? ഈ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രോയിങ് ഞാൻ വേറെ പേപ്പറിൽ ചെയ്തത് ഇതിക്ക് വെട്ടി ഒട്ടിച്ചതാണ് കേട്ടോ. ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേജസ് മൊത്തമായിട്ട് കൊളാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അന്ന് ചെയ്തപ്പോൾ ബാക്കി വന്ന കുറച്ച് കളേഴ്സ് വെച്ചിട്ട് ഇതേപോലെ പേപ്പറിൽ കുറച്ച് റോസാപ്പൂ വരച്ചിരുന്നു. അപ്പൊ അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് കോഡ്സും കൂടി എഴുതി കൊടുത്തതാണ്. കോഡ്സ് എഴുതുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എഴുതുന്നത് എനിക്കൊരു മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ രസമാണല്ലോ. പിന്നെ ഇത് കോഫി ടീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിനി. അത് നമ്മളൊരു ഈവനിങ് ബ്ലോഗിൽ ചെയ്തതേനി. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ പറയണില്ല. ഇത് പിന്നെ ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും. അപ്പൊ അത് ഞാനിങ്ങനെ ഫേസ് ഇല്ലാത്ത ഒരു പെയിന്റിങ് ചെയ്യലോ, അതേപോലെ ചെയ്തതാണ് കേട്ടോ. ഇനിയുള്ളതൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ജേർണലിംഗ് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടേനി. അതിലൊരു 12-13 ഐഡിയാസ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടേനി. അപ്പൊ അങ്ങനെ ചെയ്ത ഒന്നാണ് ഇത്, ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ ആ വീഡിയോ കണ്ടാൽ ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇത് ഞാൻ തന്നെ വരച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആവാത്ത ഒരു പിക്ചറാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പൊ അതിവിടെ വെട്ടി ഒട്ടിച്ചതാണ്. പിന്നെ അതിനെ ബാക്കി പെയിന്റ് ഒക്കെ ചെയ്തിട്ടുള്ള പേപ്പേഴ്സിൽ കുറച്ച് കോഡ്സ് ഒക്കെ എഴുതിയാണ്ട് അങ്ങനെ ഒട്ടിച്ചതാണ്. പിന്നെ ഇത് ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കിൽ ഇതേപോലെ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പെന്ന് വെച്ചിട്ട് ഇങ്ങനെ എഴുതിയ പോലെ ആക്കിയിട്ട് അതിന്റെ മേലെ ഒട്ടിച്ചതാണ്. ഈ ഒരു റോസാപ്പൂവാണ്, 2 റോസാപ്പൂ ഉണ്ട്. ഇത് അബൌട്ട് മീ എന്നെ കുറിച്ചിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ജേർണൽ ഐഡിയാസ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതണ്ടെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. ഇതൊക്കെ ഞാൻ തന്നെ വരച്ചതാണ് കേട്ടോ. വരച്ചിട്ട് നമ്മൾ പെൻസിൽ കളർ വെച്ചിട്ട് കളർ ചെയ്തതാണ്. നെക്സ്റ്റ് പേജ് ഈ ഒരു പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേജിൽ ചെയ്തല്ലോ അതേ മെത്തേഡിൽ ചെയ്തതാണ് ഒരു പേപ്പറിൽ. എന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ 2 പാർട്ടാക്കിയിട്ട് ഇങ്ങനെ 2 പേജിലാക്കിയിട്ട് ഒട്ടിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കോഡ്സ് ഒക്കെ അതിൻ്റെ മേലെ വേറെ പേപ്പറിലും കൂടി എഴുതിയിട്ട് ഒട്ടിച്ചതാണ്. പിന്നെ ഇത് ഡിസംബർ തീമിൽ ഒരു ഡൂഡ്ലിങ് ചെയ്തതേനി. നമുക്ക് ഓരോ മന്തിന്റെ തീമിലൊക്കെ ചെയ്യാലോ. അപ്പൊ ഞാൻ ഡിസംബർ തീമിൽ ഇങ്ങനെ കുറച്ച് ഡൂഡ്ലിങ് ക്രിസ്മസ് അപ്പൂപ്പനും ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ്.
ഇത് ഡ്രീംസിനെ കുറിച്ചിട്ട് എഴുതിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ ആരും ഇനിയിപ്പോൾ ഡ്രീംസ് എന്താ വിചാരിച്ചിട്ട് സൂം ചെയ്തിട്ട് ഒന്ന് നോക്കാൻ നിൽക്കണ്ട. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ. ഇത് പിന്നെ കളർ തീമിൽ നമ്മൾക്ക് ചെയ്യുന്നത് സുന്നത്താണല്ലോ, അല്ല ഫർലാണെന്ന് തന്നെ പറയാം. അപ്പം അതേപോലെ ഓറഞ്ച് തീമിൽ ചെയ്തതാണ്. നമ്മൾ കുറേ കളർ തീമിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഓറഞ്ച് കളർ തീമിൽ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഓറഞ്ച് തീമിൽ ചെയ്തതാണിത്. ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ നമ്മൾ ബുജോ സെറ്റപ്പ് ആണ് കേട്ടോ. ഡിസംബർ മന്തിന് വേണ്ടിയിട്ട് ചെയ്തിന് ബുജോ സെറ്റപ്പ് ഇനി ഞാൻ ഈ ബുക്കിൽ ആദ്യം ഡിസംബർ മന്തിന്റെ ഈ ഒരു ബുജോ സെറ്റപ്പ് ഇനി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുജോ സെറ്റപ്പിന്റെ ഒക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് നമ്മളെ ഡിസംബർ മന്തിന്റെ കലണ്ടറിന് അപ്പൊ അതിൽ വരച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. പിന്നെ ഇത് മൂഡ് ട്രാക്കറും ഹാബിറ്റ് ട്രാക്കറും ഇതൊക്കെ ഫുള്ള് ഫില്ലായതാട്ടോ, ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാൽ പിന്നെ ചെയ്യാത്തതും ഉണ്ട് കേട്ടോ. ഇതിൽ വീക്ക്ലി പ്ലാനറൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, കാര്യമായിട്ട് ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. അടുത്തത് ടു ഡു ലിസ്റ്റ്, പിന്നെ ബഡ്ജറ്റ് പ്ലാനിങ്, പിന്നെ നമ്മുടെ ബുക്സ് വായിച്ചതോ വായിക്കാനുള്ളതോ ഒക്കെ എഴുതാനുള്ള അത്. അതിൽ ഞാൻ കുറച്ചൊക്കെ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ലാസ്റ്റ് ബ്രെയിൻ ഡമ്പും കൂടി ഇനി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയ്ക്ക് ഇനി ആ ഒരു ഡിസംബർ മന്തിലെ ബുജോ സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഇയർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ബുജോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ ഉണ്ടാക്കിയണല്ലോ. ഇപ്പം പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വരച്ചിട്ടുള്ള ഒരു കണ്ണ് മൂക്ക് ചെവി, അല്ല കണ്ണ് മൂക്ക് ചുണ്ട്, ഇങ്ങനെ ഇത് മാത്രം വരച്ചിട്ടുള്ളത് നമ്മൾ വരച്ച് പഠിക്കുന്ന ടൈമിൽ വരച്ച ഒരു പിക്ചറിന് അതൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് കോട്ട്സ് എഴുതി. ഇത് പിന്നെ ജേണൽ ഐഡിയാസിൽ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായി. ഒന്നേനി നമുക്ക് ബുക്കൊക്കെ വായിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കോ അല്ലെങ്കിൽ വായിക്കുന്ന ഏത് ബുക്കിനെ കുറിച്ചിട്ടും നമുക്ക് ഇതേപോലെ റിവ്യൂ പോലെ ഇങ്ങനെ എഴുതി കൊടുക്കുക, അതാണ് ഇത്. പിന്നെ നമ്മൾ മാഗസിൻസിലെ കട്ടൗട്ടൊക്കെ വെച്ചിട്ട് കൊളാജ് പോലെയൊക്കെ നമ്മളിങ്ങനെ നമ്മളെ ഒരു ഐഡിയക്ക് ഇങ്ങനെ വെട്ടി ഒട്ടിച്ചാണ്ട് ചെയ്യുന്നതാണ്. ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം എല്ലാവരുടെ അടുത്തും ഈ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇത് പിന്നെ ടൈം ക്യാപ്സ്യൂള്, ഇതുവരെ ഇനി നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടൈം ക്യാപ്സ്യൂൾ എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അന്ന് നവംബറിലോ സെപ്റ്റംബറിലോ ഒക്കെ ചെയ്തത് ഇനി. അപ്പം അന്നിങ്ങനെ ഈ ഒരു ഇയറിൽ 2025 നമുക്ക് ഓപ്പൺ ആക്കാനുള്ള ഒരു 3 ലെറ്ററും കൂടി വെച്ചിട്ടുണ്ട്. ഇത് ഏപ്രിലിൽ ഓപ്പൺ ആക്കാനുള്ള ഒരു ലെറ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലുണ്ട്. അപ്പം എല്ലാത്തിലും ഓരോ കുഞ്ഞു ലെറ്റർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പേജ് എനിക്കിതിൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുവരെ കണ്ടതിൽ ഏത് പേജാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്കറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് എൻ്റെ മാതിരി തന്നെയാണോ ഇതാണ് ഇഷ്ടപ്പെട്ടത് അതോ വേറെ ഏതെങ്കിലും ഒക്കെ ആണോന്ന്. ഇത് ഞാൻ ചെയ്യണത് ഞാൻ ഷോർട്സ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പം ആ ഒരു ഷോർട്സ് വരിക. അപ്പൊ ഈ ഒരു പേജോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിൽ കുറേ വീഡിയോസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു വീഡിയോസിനൊക്കെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വെറൈറ്റി ആയിട്ട് ജേർണലിംഗ് ചെയ്യണം എന്നൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ളതിൻ്റെ ഒരു പെട്ടെന്ന് ഒരു ഫ്ലിപ്പ് ത്രൂ പോലെ നമുക്കിനി കണ്ടോക്കാം കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.